ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് 5 പൈസ ഗ്രേറ്റ് ഈഗിൾ ടെക് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വൻ വീഴ്ചയായിരുന്നു നമ്മളെ മാർക്കറ്റിൽ. അതായത് ഇന്ന് വലിയൊരു വീഴ്ച നമ്മളെ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി നല്ല അടിച്ചിറങ്ങി താഴോട്ടൊക്കെ വന്നൊരു പക്ക പറയുകയാണെങ്കിൽ 23,000 പൊട്ടി 22,950 ഭാഗത്തൊക്കെ വന്ന് ഷടേന്ന് ആ 23,000 എന്ന് പറഞ്ഞ ആ ഒരു റെഫറൻസ് ലെവലിന്റെ ഒരു ഇമ്പോർട്ടന്റ് സൈക്കോളജിക്കൽ മാർക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി നമ്മൾ 53,750 പൊട്ടി താഴേക്ക് ഇറങ്ങി 53,200 രൂപ വന്നിട്ട് തിരിച്ച് വീണ്ടും അവൻ 53,750 ഭാഗത്തേക്ക് വന്നു. മിഡ് ക്യാപ്പ് 12,500 ഭാഗത്തൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വൻ വീഴ്ച വന്നു. പക്ഷെ എൻഡ് ഓഫ് ദ ഡേയിൽ ആ ടൈമിംഗ് പീരീഡ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വീഴ്ചയൊക്കെ തിരിച്ചിറങ്ങി വന്നാണ് ക്ലോസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു, ട്രെൻഡിങ് ഡൗൺ ആയിരുന്നു. പക്ഷെ തിരിച്ച് കയറി താഴേക്ക് വന്നപ്പോൾ ഞാനൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ അല്ലെങ്കിൽ ട്രെൻഡ് വേണമെങ്കിൽ പറയാം, ഒരു ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, OAOR ആയിരുന്നു, ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു. അത് OTD ആയിട്ട് മാറി, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് മാറി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ട് അവസാനിച്ച ഒരു സ്പൈക്കോട് കൂടി അവസാനിച്ച ഒരു ദിവസമായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പുൾ ബാക്ക് ബൈയിങ് തിരിച്ച് വീണ്ടും മിഡ് ക്യാപ്പിനെ 12,550 മുകളിൽ ക്ലോസ് ചെയ്യിപ്പിച്ചു. POC വന്നേക്കുന്നത് 12,651 ഭാഗത്താണ് മിഡ് ക്യാപ്പിലെ POC. ഇപ്പൊ ഞാൻ ആ POC തട്ടി താഴേക്ക് കൊണ്ടുവരാം. 12,651 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിൽ ആ POC വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി സെല്ല് ചെയ്യുന്നത് ലോവർ ലെവലായ 12,450 താഴെ മാത്രമേ ഒരു സെല്ലിങ് ഉള്ളൂ. അപ്പൊ എന്റെ ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 12,450 താഴെ മാത്രമേ ഒരു ബെയറിഷ് സെല്ലിംഗ് ഉള്ളത്. 12,450 താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് വരും? നമ്മളെ 12,400 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു 12,400 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 12,355, 12,355 അവിടെ വരാനും തേർഡ് ടാർഗറ്റ് 12,300, 12,300 ഭാഗത്തേക്ക് വരാനും ചാൻസ് വളരെ കുറവ്. ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ വലിയൊരു ആഡിയൊന്നും സംഭവിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി 12,733 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് വീണ്ടും ഒരു ബുള്ളിഷ് റെഫറൻസ് പോസിറ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബുള്ളി വീണ്ടും പോസിറ്റീവ് ആയിരിക്കും. അത് 12,785, 12,785 ഭാഗത്തേക്ക്, 12,785 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ബി 12,825, 12,825 ഭാഗത്തേക്ക് വരാനും തേർഡ് ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ആയ ഇവിടെ ഇമ്പോർട്ടൻറ്റ് 12,885 അല്ലെങ്കിൽ 12,890, 12,890 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 12,735 കട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിട്ട് സ്പൈക്ക് ചെറിങ്ങനുള്ളൊരു സ്പൈക്ക്, ഇത്രയും സ്പൈക്ക് ഉണ്ട്. അതാണ് ഇത്രയും സ്പൈക്കോടുകൂടി മാർക്കറ്റ് ക്ലോസ് ഇല്ല. 2.25 ഇവിടെ നല്ല സ്പൈക്ക് വന്ന് ഈ 507 450 ഒരു 50 പോയിന്റ് സ്പൈക്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ദിവസമാണ്. സോ ആ സ്പൈക്ക് റോൾ നാളെ ആക്റ്റീവ് ആവും. ഇതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ള ഒരു ട്രേഡ് സെറ്റപ്പ്. സോ നാളെ നിങ്ങൾ ഓർത്തോളുക, മിഡ് ക്യാപ്പ് 12,542 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സ് നടത്താനും അതിന് മുകളിൽ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് പോകാനും അത് പൊട്ടയാണെങ്കിൽ മാത്രമേ പുതിയ ഹൈയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉള്ളൂ. മിഡ് ക്യാപ്പ് വീണ്ടും ഒരു ബാലൻസിലേക്ക് മോഡിലേക്ക് കടന്നിട്ടാണ് താഴേക്ക് ഇറങ്ങിയിട്ട് ആ വാല്യൂയുടെ അകത്ത് തന്നെ വന്ന് ക്ലോസ് ചെയ്യാനുള്ള ഏക മിഡ് ക്യാപ്പിന്റെ കാരണം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഹെവി ഗ്യാപ് ഡൗൺ. അതായത് 2 ന്യൂസ് ബാക്ക് ഡൗണിനെ ബാധിച്ചു ബാങ്ക് നിഫ്റ്റി. എന്താണ്? ഒന്ന്, അമേരിക്ക ഇന്നലെ അവിടുത്തെ എണ്ണപ്പാടമല്ല പകരം പ്രകൃതിവാതക പാടത്തിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഇറാനും കൂടെ സപ്പോർട്ടീവായിട്ട് പോകുന്ന ആ പാടത്തിന് പ്രകൃതിവാതക നാച്ചുറൽ ഗ്യാസിന്റെ ആ ഒരു ഏരിയയെ അമേരിക്ക ആക്രമിച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത് HDFC ബാങ്കിന്റെ CEO രാജിവെച്ചു. അതായത് കൂനിൽമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ പണി കിട്ടി മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റി അടിച്ചിറങ്ങിയ അടിപ്പാണ് അടി, നല്ല രീതിയിൽ താഴേക്ക് ഇറങ്ങി അടിച്ച് പൊട്ടി താഴേക്ക് വന്ന് ബാങ്ക് നിഫ്റ്റി ഒരു ചെറിയൊരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ
അവൻ ആദ്യത്തെ ഇതാണ് 10.925 ഹൈ. ആ ഹൈ പൊട്ടി മാർക്കറ്റ് ഈ 12.50 പോയി. ഒരു ന്യൂട്രൽ ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേ ആണ്. അതായത് ന്യൂട്രൽ ഡേ ഫോളോഡ് ബൈ എ ട്രെൻഡ് ഡേ ആണ്. അപ്പൊ ഈ ആഴ്ച നാളെ അല്ലെങ്കിൽ വരാൻ പോകുന്ന 3-4 ദിവസത്തിൽ ബാങ്ക് നിഫ്റ്റി ഒരു ട്രെൻഡ് ഡേ പോകും. ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നു, അത് ഫെയിൽ ആയിട്ട് ന്യൂട്രൽ ഡേ. നാളെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരികയാണെങ്കിൽ ലോവർ അപ്സൈഡിൽ വന്ന പോയിന്റ് എഫ് എ ആവും, ഇല്ല ഗ്യാപ്പ് അപ്പ് ആയി വരികയാണെങ്കിൽ ഇന്നത്തെ ലോവർ ലെവൽ എഫ് എ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രെൻഡിങ്ങിന്റെ ചാൻസ് വളരെയധികം കൂടിയ ദിവസമാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ന്യൂട്രൽ ഡേ ആണ്. 53,750 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആദ്യം പി ഒ സി തട്ടി മുകളിലോട്ട് 53,750 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വന്നു. ഇന്നത്തെ ലോ ഈ ഇനി ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി 53,520 താഴെ മാത്രമേ ഞാൻ സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ്? 53,500 താഴെ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ സെല്ലിംഗ് ഫസ്റ്റ് എവിടെ വരാം? 53,365 ഭാഗത്തേക്ക്. എത്രയാണ്? 53,365, 53,365 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 53,185 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് നമ്മളെ ഇമ്പോർട്ടന്റ് ഏരിയ ആയ 53,000. സോ ചുരുക്കി പറയാം, ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടിയാൽ ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. ന്യൂട്രൽ ഡേ എപ്പോഴും ഓർത്തുള്ള ഒരു ട്രെൻഡ് ഡേയുടെ ചാൻസ് അടുത്ത് മണപ്പിച്ച് നടന്നു. ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് എപ്പോൾ വേണോ സംഭവിക്കാം. ഇന്നത്തെ അതായത് 54,230 മുകളിലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈ. 54,230 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാം. ആ ബൈ ഫസ്റ്റ് ഈ പി ഒ സി 54,389 പി ഒ സി 390 54 54,390 എന്ന് പറഞ്ഞാൽ ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് 54,390 ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 54,520 ഭാഗത്തേക്ക് 54,520 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 54,677 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക്. എത്രയാണ്? 54,677 ഭാഗത്തേക്ക്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസ് ലെവലുകൾ. കൃത്യമായിട്ട് ലെവൽ മാർക്ക് ചെയ്യുക, അതനുസരിച്ച് മാക്സിമം ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാം. ന്യൂട്രൽ ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. സോ ട്രെൻഡ് ഡേ അടുത്ത് തന്നെ ഉണ്ട്. ഈ വരുന്ന 3-4 ദിവസം ട്രെൻഡ് ഡേ വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഇന്നത്തെ ഹൈ പൊട്ടുകയാണെങ്കിൽ ഹെവി ഷോർട്ട് കവറിംഗ് വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിഫ്റ്റി ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്നു. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ്, ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നോർമൽ ഡേ വലിയൊരു വൈഡ് ഐ ബി ആയിരുന്നു. ഓവർ കണ്ടീഷൻ തന്നെയാണ്. മാർക്കറ്റ് ജോക്കറിലാണ് ആദ്യമായിട്ട് സിംഗിൾ പ്രിന്റ് എത്തിക്കുന്നത്. അതായത് സിംഗിൾ പ്രിന്റ് സാധാരണ ജോക്കർ വരുന്നത് അപൂർവമാണ്, വരാറില്ല. അത് ഫില്ലിയാറേ ഉള്ളൂ. തിരിച്ച് വാല്യൂ ഏരിയ ലോയിൽ അടുപ്പിച്ചാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയോ മിഡ് ക്യാപ്പോ ക്ലോസ് ആയതുപോലെ വാല്യൂ ഏരിയ അകത്ത് കയറി ക്ലോസ് ആയിട്ടില്ല. നിഫ്റ്റി പക്ഷേ വാല്യൂവിൽ ലോയ്ക്ക് താഴെയാണ് ക്ലോസ് ചെയ്യുക. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 23,225 പി ഒ സി. അപ്പൊ ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് വയ്ക്കുക. 23,000 നമ്മൾ ആദ്യം നമ്മളെ ബെയറിഷ് ഓഫർ. ഇനി 23,038 പൊട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് എത്രയും 23,040 പൊട്ടുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ വരും? ഇപ്പം 23,000 പൊട്ടിയാൽ മാത്രമേ നിങ്ങൾ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് 23,000 എന്ന് പറഞ്ഞ ആ റൗണ്ട് നമ്പർ പൊട്ടണമെങ്കിൽ മാത്രം സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഫസ്റ്റ് ടാർഗറ്റ് 22,950 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു സപ്പോർട്ട് ഇപ്പോഴും ആക്റ്റീവാണ്. സെക്കൻഡ് ടാർഗറ്റ് 22,895 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് 22,835 ഭാഗത്ത്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുന്നത് ലോവർ ലെവല്. നിഫ്റ്റി എത്രയാണ് പറഞ്ഞ അർത്ഥം പറയുമ്പോൾ S2 എന്ന് പറഞ്ഞാൽ 22,895 ഭാഗത്തേക്കും 22,895 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പോൾ 22,835 ഭാഗത്തേക്ക്. ഞാൻ നേരത്തെ 23 വെച്ചാണ് താഴെ പോയത്. സോ ഇതാണ് ലോവർ ലെവൽ പറയാനുള്ള സാധനം. നിഫ്റ്റി ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ്. നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ, JP ഒരു സിംഗിൾ പ്രിന്റ് ആണ്. സോ ഇനി ഹൈ എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ 23,433 മുകളിൽ പി ഒ സി എത്രയാണ്? 23,225 ഭാഗത്തേക്ക് പി ഒ സി വെച്ചു. ഇനി ബുള്ളിഷ് റെഫറൻസ് പറഞ്ഞാൽ 23,450 23,450 മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈ ഉള്ളൂ. അങ്ങനെയാണ് ബൈ എങ്ങോട്ട് പോകാം? ഫസ്റ്റ് 23,500 ഭാഗത്തേക്ക് വരാം. 23,500 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 23,555 23,000 എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് 23,505. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം R2 എന്ന് പറഞ്ഞാൽ R2 എത്രയാണ്? R2 എന്ന് പറയുമ്പം R2 എന്ന് പറഞ്ഞാൽ 23,000
555 ഭാഗത്തേക്കും R3 23,600 23 R3 എന്ന് പറയുമ്പം 23,605 ഭാഗത്തേക്ക് വരും. ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയാനുള്ള അപ്സൈഡ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോവർ ലെവൽ സ്ട്രക്ചർ പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഇനിയും അടിക്കാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. സോ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ മനസ്സിൽ ഓർത്തോളൂ. ഇത് കൃത്യമായിട്ട് പറയാം, എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞതല്ല, അത് പറഞ്ഞു പോയതാണ്, ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണ്. സോ ലെവൽ കൃത്യം മാർക്ക് ചെയ്യുക, അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ലെവൽ പ്രകാരമുള്ള ട്രേഡിങ്. സോ നാളെ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഈ വാല്യൂ ഏരിയയിൽ 23,105 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്ത് 23,160 ഭാഗത്ത് സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അതിന് മുകളിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്ഷൻ റിസെറ്റും പോസിബിൾ ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല ഈ 23,323 പൊട്ടുകയാണെങ്കിൽ മാത്രം തിരിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതാണ് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ സ്പൈക്ക് ലോ പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ താഴേക്ക് അടിച്ച് ഞാൻ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ താഴേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പും POCയുടെ ഭാഗത്തേക്ക് ക്ലോസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് വാല്യൂ 542 മുകളിൽ നിൽക്കാനും 651 എന്ന് പറഞ്ഞാൽ ഈ POC വരാനും അതിന് മുകളിൽ 731 വരാനുള്ള ചാൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ ആയതുകൊണ്ട് എപ്പോൾ ഒരു ട്രെൻഡിങ് സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. നമ്മുടെ ഏപ്രിൽ മാസത്തെ മെന്ററിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ടേക്ക് കെയർ.